CPI സംസ്ഥാന കൗൺസിലിൽ ഒരു വിമർശനമുയർന്നു എന്നുള്ളത് സർക്കാരും മുന്നണിയും എല്ലാം ഒരാളിലേക്ക് ചുരുങ്ങിയതിന്റെ അപകടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്നാണ് CPI സംസ്ഥാന കൗൺസിലിൽ ഉയർന്ന വിമർശനം. ഇങ്ങനെ പോയാൽ ബംഗാളിലേക്കുള്ള ദൂരം അകലെയല്ലെന്നും കൗൺസിലിംഗിൽ വിമർശനമുയർന്നു. നവകേരള സദസ്സ് വൻ പരാജയമാണെന്നും വിമർശനം ഉയരുന്നുണ്ട്. തൃശൂർ മേയറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുന്നണി നേതൃത്വത്തിന് കത്ത് നൽകണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. EP ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും ആവശ്യമുയരുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് പരാമർശിക്കാതെ റിപ്പോർട്ട് അവതരിപ്പിച്ച നേതൃത്വത്തിന്റെ കരുതലൊന്നും ചർച്ചയിൽ പങ്കെടുത്ത കൗൺസിൽ അംഗങ്ങൾ കാണിച്ചില്ല. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് CPI സംസ്ഥാന കൗൺസിലിൽ നടന്നത്. സർക്കാരും മുന്നണിയും എല്ലാം ഒരാളിലേക്ക് ചുരുങ്ങി. അതിന്റെ അപകടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ബംഗാളിലേക്കുള്ള ദൂരം കുറയും. പ്രചരണവും പിണറായിയെ കേന്ദ്രീകരിച്ചായിരുന്നു. അതും ദോഷകരമായി. നവകേരള സദസ്സ് വൻ പരാജയമാണെന്നും അംഗങ്ങൾ വിമർശിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി രാഷ്ട്രീയ ജാഥയായിരുന്നു നടത്തേണ്ടിയിരുന്നത്. അതുണ്ടാകാത്തത് രാഷ്ട്രീയ പ്രചരണത്തെ ബാധിച്ചു. തൃശൂർ മേയറെ മാറ്റാൻ കത്ത് നൽകണമെന്ന് ആവശ്യമുയർന്നു. തൃശൂർ ജില്ലാ നേതൃത്വം ഉന്നയിച്ച ആവശ്യത്തെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരും പിന്തുണച്ചു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റണമെന്നും കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ EP ജയരാജൻ കൺവീനറായി തുടരുന്നത് മുന്നണിക്ക് ഭൂഷണമല്ല. EP മാറ്റാൻ CPM തയ്യാറായില്ലെങ്കിൽ മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അർത്ഥമില്ലെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. മാവേലിക്കരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയും വിമർശനമുയർന്നു. മാധ്യമങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥിയെ കണ്ടുവെന്നായിരുന്നു വിമർശനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.